ഗോത്രായന വേള ഗ്രാമത്തിൽ വെച്ച് നാഷണൽ ട്രൈബൽ ഫെസ്റ്റ് ഈ ഗോത്രായനത്തിലേക്കുള്ള വിവിധ കലാപരിപാടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും വയനാട്ടിൽ നിന്നുമുള്ള കലാകാരന്മാർ ഗോത്ര വർഗ കലാരൂപങ്ങൾ അവതരിപ്പിക്കുക. ഗോത്ര കലാരൂപങ്ങൾ മാത്രമാണ് ഈ ഗോത്രായനത്തിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ ട്രൈബൽ ഫെസ്റ്റിൻ്റെ നാഷണൽ ട്രൈബൽ ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ ദേശീയ തലത്തിൽ ആസാം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര വർഗ കലകളാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെയും വയനാട്ടിലെയും ഗോത്ര കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയാണ്. 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ 6 മണി മുതൽ രാത്രി 10 മണി വരെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും. 4-ാം തീയതി പകൽ 10 മണി മുതൽ 4 മണി വരെയും കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നു. വയനാട്ടിലെ കുറിച്യ, മുള്ളുകുറുമ, ഊരാളിക്കുറുമ, കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ, അടിയർ, പണിയർ എന്നീ ഗോത്രവർഗക്കാരുടെ ഗോത്ര സംസ്കാരം വിളിച്ചറിയിക്കുന്ന വ്യത്യസ്തവും അപൂർവവുമായ കലാരൂപങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 1-ാം തീയതി കോൽക്കളി, വട്ടക്കളി, കാവാട്ടം, അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗങ്ങളുടെ കലാവിഷ്കാരങ്ങൾ, ആട്ടം, നാടൻ പാട്ട്, മ്യൂസിക് ഫ്യൂഷൻ, നാടോടി നൃത്തം, കർണാടകയിലെ നിസർഗ ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്ന കലാവിഷ്കാരങ്ങൾ, കളിയ നൃത്തം, ഗദ്ദിക, വട്ടക്കളി, കോൽക്കളി, മുടിയേറ്റ്, തോട്ടി ഗുലട്ട, കാട്ടുതിറ, കൊയ്ത്തുപാട്ട്, തുള്ളൽക്കളി, ഗോത്ര നൃത്തം എന്നിവയാണ് അവതരിപ്പിക്കുന്നത്. സർവശിക്ഷ അഭിയാൻ അവരുടെ കീഴിലുള്ള വിദ്യാർത്ഥി ഗോത്ര വർഗ കലാസമിതികൾ കൂടി വ്യത്യസ്തങ്ങളായ ഗോത്രവർഗ കലാരൂപങ്ങൾ ഈ ഗോത്രായനത്തിൽ അവതരിപ്പിക്കുന്നു എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ഗോത്രവർഗ കലാരൂപങ്ങളെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും ആസ്വദിക്കാനും ഈ മേളയിലൂടെ സാധിക്കുന്നു എന്നത് വലിയ ഒരു പ്രത്യേകതയായതുകൊണ്ട് തന്നെ എല്ലാ കലാസ്നേഹികളെയും ഈ ഗോത്രയാനത്തിലേക്ക് ഞങ്ങൾ അതിൻ്റെ കൾച്ചറൽ കമ്മിറ്റിയുടെ ചെയർമാൻ, കോ ചെയർമാൻ, കൺവീനർമാർ, വൈസ് ചെയർമാൻമാർ, കമ്മിറ്റി അംഗങ്ങളൊക്കെ ഞങ്ങൾ ക്ഷണിക്കുക. ഇതിൻ്റെയാണ് പ്രവേശനം. പ്രത്യേകിച്ച് ഒരു കൾച്ചറൽ കമ്മിറ്റിയാണ്. അതിവിടെ ഒന്ന് വെച്ചോ. തുടങ്ങാം.